ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇതുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മൾ ഏകദേശം 2 കിലോയോളം കേരച്ചൂരയാണ് എടുത്തത്. അത് ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ അച്ചാർ ഇടുമ്പോൾ അറിയാമല്ലോ, ആദ്യം നമ്മൾ മീൻ മസാലയൊക്കെ തേച്ച് വെച്ച് വറുത്തെടുക്കണം, എന്നിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പം ആദ്യം തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മസാലക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ അതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് ചെയ്തേക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി മാറ്റി വെച്ചേക്കുന്ന മീനെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ മസാല ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇതേപോലെ ഇരിക്കും. എന്നിട്ട് ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചീനച്ചട്ടി തന്നെ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനധികം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ കുറേശ്ശെ മീനുണ്ടല്ലോ, ഇത് ബാച്ചായിട്ടാണ് നമ്മൾ ഇട്ടിട്ട് വറുത്ത് കോരിയാണ് നമ്മൾ എടുക്കുന്നത്. എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചത്. കാരണം ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് എടുക്കുകയല്ല, എണ്ണയിൽ നമ്മൾ വറുത്ത് കോരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എണ്ണയിൽ നമ്മൾ ഇടുന്ന മീനുണ്ടല്ലോ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. എന്നാൽ ഡീപ്പ് ഫ്രൈ ആയി എടുക്കുകയും വേണ്ട, എന്നാൽ ഫ്രൈ ആകുകയും വേണം. ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ടിട്ട് കുറേശ്ശെ എടുത്ത് വറുത്ത് കോരി ഇങ്ങനെ എടുക്കാം. അപ്പോൾ മൊത്തത്തിൽ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ മീനിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനാണ് ഏകദേശം ഒരു പകുതി ആകുമ്പോഴത്തേക്കിന് നമുക്ക് കരിയാപ്പില ഉണ്ടല്ലോ, കരിയാപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഓരോ പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീ സിമ്മിലിട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഈ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും. ആ ഒരു ടൈമിലാണ് നമ്മൾ മീനും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനച്ചാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള മീനച്ചാറാണ്. അതേമേ കഞ്ഞിയൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ചുമ്മാതിരിക്കുമ്പോൾ ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ.